Hi friends, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളുടെ ചാനൽ പുതുതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടുന്ന നല്ല ഒരു മാക് മീൽ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബീഫ് ബർഗർ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കും ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് കണ്ടു നോക്കാം. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കണ്ടോ, നമ്മുടെ മിൻസ്ഡ് ബീഫ്. ഇത് 750 grams ഉണ്ട്. വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി, അത്രയും വേണ്ടി വരത്തില്ല. ഞങ്ങൾ 4 പേരില്ലേ, 4 പേർക്കുള്ളതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഓർത്തു പിന്നീടത്തേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാമല്ലോ. ഇതാ നല്ല ബീഫാണ് കേട്ടോ, നല്ല നിറമൊക്കെ ഉണ്ട്, അധികം ഫാറ്റ് ഇല്ല ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് കണ്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടി. ഇതുണ്ടോ, കുരുമുളക് പൊടി. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലിടുന്നു. ഞാൻ കുറച്ച് കൂടുതൽ ഇതിനകത്ത് കുരുമുളക് പൊടി ഇടുക, കാരണം വേറെ ഒന്നും ഞാൻ എരിവിന് ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇത് ഞാൻ നമ്മുടെ പ്രോപ്പർ സ്റ്റൈലിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ ബർഗറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നാട്ടിലോട്ട് ചെല്ലുന്തോറും ഇതിന്റെ ടേസ്റ്റുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബർഗർ ഒരു പക്ഷേ വാങ്ങിച്ചാൽ അതിനകത്ത് മസാലയും കാര്യങ്ങളും വരെ ഉണ്ട് അല്ലേ. ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ ടേസ്റ്റുകളാണ്. എന്തായാലും ഞാനിവിടെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ സോൾട്ട് ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു. പിന്നെ പിള്ളേർക്ക് ഒനിയൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒനിയൻ കുരുകുരാന്നരിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഒനിയൻ ഇതാ ഇത്രയും ചേർക്കുന്നത് കേട്ടോ. ഒരു പിടി അരിഞ്ഞ കുഞ്ഞ് ഒനിയൻ കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ട്. വൈറ്റ് ഒനിയനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഓക്കെ, കേട്ടോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പീച്ച് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്നാ പറയുന്നത്, മാക്ഡൊണാൾഡ്സിൽ പോയി അല്ലെ ഷോപ്പിൽ പോയി കഴിക്കേണ്ട കാര്യം, നമുക്ക് വീട്ടിൽ തന്നെ എന്തായാലും ഇതൊക്കെ ചെയ്തെടുക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്കിനി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. എത്ര രൂപ നമുക്ക് ലാഭിക്കാം, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യേ. എന്തായാലും ഫുഡ് ഐറ്റംസ് അല്ലേ, ഇതൊരു ആരും നമ്മളെ തിരിച്ചു പിടിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാം. എനിക്കിനി ടേസ്റ്റ് ഇച്ചിരി എരിവൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ശകലം കൂടെ എരിവും ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലാക്കി എടുക്കാം കേട്ടോ. ശരിക്കും ഞാനൊരു പ്രോപ്പർ മെത്തേഡാണ് കാണിക്കുന്നത്. ഇതിനകത്ത് പിന്നെ വേറെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെപ്പർ വരുമ്പം തന്നെ നമ്മുടെ നാട്ടിലെ പെപ്പറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എരിവുണ്ട് ഇതിന് അല്ലേ, നല്ലൊരു ഫ്ലേവർ അല്ലേ. അപ്പം ഇതിനെ ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നാ പറയുന്നത് കുശലം അന്വേഷിച്ചൊക്കെ ഇരിക്കട്ടെ. അവർക്ക് അതിൻ്റെ സമയം കൊടുക്കണ്ടേ. ഇച്ചിരിയും ഇവരെല്ലാം ഇപ്പോൾ മറന്നു വരാനുള്ളതല്ല, പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോലും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം നന്നായിട്ട് നമ്മുടെ ഫ്ലേവേഴ്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരമായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട് കണ്ടോ. നമ്മുടെ മീറ്റിൻ്റെ അവസ്ഥ അതേ കണ്ടതേ, നല്ല മീറ്റാണ്, നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ, നമ്മളിനി ബർഗറിൻ്റെ ഷേപ്പിലേക്ക് ഇതിനെ നാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇച്ചിരി വലുപ്പത്തിൽ നമുക്ക് എടുത്തേക്കാം. ഇതുപോലെ ഞാനൊരു ഉണ്ട പോലെ ഉണ്ടാക്കി എടുക്കുവാണേ. ഞാനൊരു ഉണ്ട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് പരത്തിയെടുക്കാൻ പോവാണേ. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെ ചെറിയ പാത്രങ്ങളില്ലേ, ഇങ്ങനെ വട്ടത്തിലുള്ള പാത്രങ്ങൾ, കുഞ്ഞു പാത്രത്തിനകത്ത് വെച്ചെടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ബർഗർ ബണ്ണിനേലും കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം നമ്മളുടെ മീറ്റിനെ പരത്തിയെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് കുക്കായി കഴിയുമ്പോഴേക്കും ഇത് ഷ്രിങ്ക് ആകുമ്പോൾ ഇത് തീരെ ചെറുതായിപ്പോൾ, അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ദേ ഇവിടെ ഒരാളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഇതിനിപ്പം ഷ്രിങ്ക് ആവും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ഇവൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 4 എണ്ണം ഞാൻ ഉണ്ടാക്കാൻ പോകും കേട്ടോ. 3 പേരായി, ഇനി നമുക്ക് ഒരാളെയും കൂടെ മതി കേട്ടോ. കണ്ടോ, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. നമ്മൾ ഓർക്കിതൊക്കെ വലിയ കട്ടിപ്പണി, ഇതൊന്നും ഒരു കട്ടിപ്പണിയില്ല. ഞാൻ നോക്കിയിട്ട് നമ്മൾ ചോറും കറിയൊക്കെ വെക്കുന്നതിൽ ഒത്തിരി എളുപ്പ പരിപാടി ഇത്. പിന്നെ എപ്പോഴും കഴിക്കാൻ വേണ്ടിയുള്ളൊരു നല്ല സാധനം അല്ലല്ലോ അല്ലേ, നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കാം ഒരു ചേഞ്ചിന്. 4 ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്ക് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഗ്രില്ലിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗ്രില്ലില്ലെങ്കിൽ നമുക്കിപ്പം കിട്ടുന്ന ഓവനുകളിലൊക്കെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ, നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈങ് പാനിൽ അങ്ങനെ ഓയിലൊന്നും ഒഴിക്കേണ്ട, നമുക്ക് തീ താത്തിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ ഈ ചെറിയ മെഷീനകത്തോട്ട് വെച്ചാണ് ഞാനിത് ചെയ്തെടുക്കാൻ പോകുന്നത്, ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാ ഇവിടെ ഒരാളെ വെച്ചു, ഇതിനകത്ത് വെച്ചു. കണ്ടോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതിരിക്കുന്നതായിരിക്കും അവരുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് തോന്നുന്നല്ലേ.
ഇതിനെ ഞാനിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കും. ഇച്ചിരി കഴിയുമ്പോൾ ഇവരങ്ങ് ഷ്രിങ്ക് ആവും. അപ്പം പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തിക്കോളും. കണ്ടല്ലോ, ഞാനിട്ട് അടച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബർഗർ കുക്ക് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ആയിക്കോട്ടെ, ആ സമയത്ത് നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതിന് വേണ്ടി ആഡ് ചെയ്യാൻ പോകുന്ന വലിയ കട്ടുപിടിച്ച സോസൊന്നും അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സോസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്. കണ്ടോ, ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഞാൻ നമ്മുടെ മയോണൈസ്, കണ്ടോ, മയോണൈസ് ആഡ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും എടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മയോണൈസിനകത്ത് വേണമെങ്കിൽ ബാർബിക്യൂ സോസ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ക്രീമുകൾ ഇതിലേക്ക് വെച്ച് നമ്മളായിട്ട് തന്നെ ഒരു സോസ് അങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടുകൂടെ വരുമ്പോൾ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. മയോണൈസിൻ്റെ ടേസ്റ്റ് എന്ത് നല്ല, അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ കെച്ചപ്പ് വരുമ്പം സൂപ്പർ ആയിരിക്കും. അപ്പം നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ബർഗറിന്റെ കളറൊക്കെ മാറി വരുന്ന കണ്ട് നമ്മുടെ ബർഗർ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ടല്ലേ. നമുക്ക് ഒന്നുകൂടെ ക്ലോസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഇനി കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ബർഗറിൽ വെക്കുവാൻ വേണ്ടി കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു കുഞ്ഞ് ടൊമാറ്റോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി റെഡ് ആയിരുന്നു ഇഷ്ടം, പക്ഷേ ഇതാ ഇപ്പോൾ ഇരുന്നത്, അതുകൊണ്ട് പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ലീഫ്, നമ്മുടെ ലെറ്റിസ്. ഇത് നമുക്ക് ലെറ്റിസ് 1-2 ടൈപ്പിൽ കിട്ടും. ഇതിൽ ഇച്ചിരി കേൾഡ് ആയിട്ടുള്ള ലീഫാണ്, എനിക്കതാ കൂടുതലും ഇഷ്ടം. മാക്മീലിന് സാധാരണ അവർ ഉപയോഗിക്കുന്ന അത്രയും കേൾഡ് ആയിട്ടുള്ളത്, അത് കിട്ടുമെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. അത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓ നോക്കിക്കേ, നമ്മുടെ ബർഗർ നല്ല സുന്ദരമായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ബോത്ത് സൈഡ്സും കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ചീസാണ് നമ്മുടെ ബർഗറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. കേട്ടോ നമ്മുടെ ചീസ് ഇതിനെ കൂടി ഇട്ട് കഴിയുമ്പോൾ എണ്ണ ടേസ്റ്റ് ആയിരിക്കും എന്ന് ഓർത്തു നോക്കിക്കേ. ഇനി നമ്മൾ ഈ ബർഗറിൻ്റെ ഓരോൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ചീസിനെ ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ, നിങ്ങൾക്ക് പാനകത്ത് വെച്ച് ചെയ്താലും മതിയാവും. ഞാൻ എന്തായാലും ഇതിനകത്ത് വെച്ച് 1 മിനിറ്റ് വെക്കുന്നുള്ളൂ. പെട്ടെന്ന് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് നമ്മുടെ ബണ്ണിൻ്റെ അകത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിനെ നമുക്ക് ഒന്നുകിൽ പാനകത്ത് വെച്ച് മുറിച്ചെടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രില്ലിനകത്ത് തന്നെ വെച്ചെന്നെടുത്താലും മതിയാവും കേട്ടോ. ചെറുതായിട്ട് തൂത്ത് കൊടുത്താൽ മതി, ഒത്തിരി ആവശ്യമില്ല നമുക്ക്, കാരണം എല്ലാം ചീസും ബട്ടറും ഒക്കെ പിന്നെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനധികം ഫാറ്റിൻ്റെ കാര്യം പറയുന്നത് എന്തിനാണുള്ള വണ്ണവും തടിയൊക്കെ ഈ ഫാറ്റെല്ലാം ഇതെല്ലാം വെച്ചിട്ട് പിടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പം നമ്മുടെ പാൻ നല്ല സുന്ദരമായിട്ട് ചൂടായിട്ട് വന്നു. ഞാൻ തൊട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾ ആരും പോയി തുടരുത് കേട്ടോ, അതെൻ്റെ നിത്യത്തൊഴിൽ അഭ്യാസമാണ്. ഇതാ, ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് വെച്ചൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരുവേ. ഇതുണ്ടോ, പെട്ടെന്ന് ആയിക്കോളും. ഇതുണ്ടോ, കറക്കി കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് മുരഞ്ഞ് വരുന്നത് നിങ്ങൾ കണ്ടോ, കളർ മാറി വരുന്ന കണ്ടോ. ഇത് വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ ഞാൻ പറയുമ്പോൾ വലിയ പണിയായിട്ട് തോന്നുന്നതാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇതൊരു പണിയായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല കേട്ടോ. ഇത്രയൊക്കെ മുരിഞ്ഞാൽ മതിയാവും. ഇത് കണ്ടോ, ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് അതിനകത്തേക്ക് പോയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ എനിക്ക് ഇപ്പോഴേ തോന്നുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് ബ്രെഡിൻ്റെ. നമ്മുടെ ചീസ് എന്തായെന്ന് നോക്കിയാൽ ചീസ് നന്നായിട്ട് മെൽറ്റായി നമ്മുടെ മീറ്റിലോട്ട് പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതിനെടുത്ത് നമുക്ക് ഇനി ബണ്ണിനകത്ത് വെക്കണ്ടേ, എന്നാലും നമുക്ക് ഇതിനെ ബർഗറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ അതിൻ്റെ ബോട്ടം പാർട്ട് എടുത്ത് വെച്ചു. ഇതിനെ ബട്ടർ ചെയ്ത് റോസ്റ്റ് ചെയ്തതാണ് വെച്ചു. ഇതിലേക്ക് നമുക്ക് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോസിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ച സോസ് മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും മിക്സ് ചെയ്തതാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റ് ആണ് തന്നെ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ലെറ്റിസ് വെച്ച് കൊടുക്കാം. കണ്ടോ, നമുക്ക് കുറച്ച് ലെറ്റിസിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. സുന്ദരമായിട്ടിരിക്കും, കാണാനും നല്ല കളർഫുൾ ആയിരിക്കും, ആള് നല്ല ക്യൂട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇതുണ്ടോ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു ചേട്ടനെയും കൂടെ ഇതിലോട്ട് വെച്ചേക്കാം. അതുകൊണ്ട് ഓക്കെ,
അപ്പോൾ നമ്മൾ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നത് എന്നാന്ന് മനസ്സിലായോ? ഇതുണ്ടോ, ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്ത നമ്മുടെ ഒനിയൻസ്. അതിനെ ഞാൻ ഒരു പീസ് വെച്ച് കൊടുക്കാൻ പോവാം. അതിൻ്റെ ഫ്ലേവറോടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം നല്ലൊരു ക്രഞ്ചി ഫീലായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗറിനെ എടുത്തങ്ങോട്ട് സ്ഥാപിച്ചു കണ്ടോ. ഇപ്പോഴേ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ചീസ് നല്ല മെൽറ്റായിട്ട് നമ്മുടെ ബീഫിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലെറ്റിസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കണ്ടോ. നമുക്കിതുപോലെ കുറച്ച് പേര് അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇത് കാണാൻ നല്ല കളർഫുള്ളും ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ടൊമാറ്റോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കൂടുതൽ ടൊമാറ്റോ കൂടെ ഒരു ലെയർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ നമ്മുടെ ബണ്ണിൻ്റെ അടുത്ത പീസ് എടുത്ത് വെച്ച് അടച്ച് ഫിനിഷ് ചെയ്യാം. നമ്മൾ മൊരിഞ്ഞിരിക്കുന്ന കണ്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ലിറ്റിൽ ബർഗർ നല്ല സുന്ദരമായിട്ട് ഇരിപ്പുണ്ട്. ഇത് കണ്ടിട്ടേ കഴിക്കാൻ തോന്നില്ലേ. നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയിട്ട് വേണം എല്ലാവർക്കും കൊടുക്കുവാൻ. അത് ഉണ്ടാക്കിയ ആൾ രുചിച്ച് നോക്കിയിട്ട് വേണം ബാക്കി കൊടുക്കാനെന്നാണ് പറയാറ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് നമ്മൾ മീറ്റ് കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം. ഈ ബർഗർ നാട്ടിൽ വരുമ്പോൾ നാട്ടിലത്തെ ടേസ്റ്റിലായിരിക്കും, മസാലയൊക്കെ ഇട്ടിട്ടായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ വരുന്നത്. പക്ഷേ ഇവിടെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമ്മൾ കഴിക്കണം. മീറ്റിൻ്റെ ആ ടേസ്റ്റ് മുഴുവൻ നമുക്ക് മുഴുവൻ ഫ്ലേവർ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം എന്തായാലും സംഭവം സുന്ദരമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ